ശ്രീ ചാണ്ടി ഉമ്മൻ, നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ പിതാവ്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കൂടി ഒന്ന് ഓർക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികാചരണം വരികയാണ്. അപ്പയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും എന്നതാണ് താങ്കൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ? ജൂലൈ 14 മുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു കൂട്ടം ആൾക്കാർ മാസം കുറേ 1 ലക്ഷത്തോളം രൂപ വരുന്ന മരുന്നുകൾ തരുവാൻ എഗ്രി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തും. പിന്നെ 16-ാം തീയതി, ജൂലൈ 16-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരു ചിത്ര പ്രദർശനം തിരുവനന്തപുരത്ത് VJT ഹാളിൽ കർണാടക സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. 17-നാണത്. 16-ന് തമിഴ്നാട്ടിൽ ഒരു വീട്, കന്യാകുമാരിയിൽ ഒരു വീട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കൊടുക്കുന്നു. അതുപോലെ 18-ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കുർബാന നടക്കും. ആദരണീയനായ കേരളത്തിൻ്റെ ഗവർണർ വന്ന് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവും ആദരണീയരായ മറ്റുള്ള വ്യക്തികൾ അതിനകത്ത് പങ്കെടുക്കും. 18-ന് തന്നെ ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹം തന്നെ അന്ന് 4 മണിക്ക് മാമൻ മാപ്പിള ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. 19-ന് ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ 20-ന് നിംസുമായി ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ്, അത് അലോപ്പതിക് മെഡിക്കൽ ക്യാമ്പ്, VKM ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഒരു ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ്, 21-ന് ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്യുന്നു. ഒരു നാഷണൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്യുന്നു. അന്ന് വൈകിട്ട് തന്നെ ഒരു പൊതുയോഗം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 22-ന് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 23-ന് ഗോവ ഗവർണർ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ്, 1000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പരിപാടി തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ 1000 കുട്ടികൾക്ക് പുതുപ്പള്ളിയിൽ സ്കോളർഷിപ്പ് നടക്കുന്ന പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്യും ജൂലൈ 18-ന്. ഇങ്ങനെ വിവിധ പരിപാടികൾ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ മലപ്പുറത്ത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം പുതുപ്പള്ളിയിലെ 8 നിയോജക മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടി സ്മൃതി യാത്രകൾ ഈ സമയത്ത് ഉള്ളിൽ നടത്തുന്നതായിരിക്കും. ഇതാണ് ഒരു സംക്ഷിപ്ത രൂപം. പല പരിപാടികൾ തുടർന്നും നടത്തുമെന്നുള്ളതാണ് നമ്മുടെ വിപുലമായ പരിപാടികളാണ്. അദ്ദേഹം അർഹിക്കുന്ന ആദരം തന്നെയാണ്. നിശ്ചയമായ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായി നടത്താൻ കഴിയട്ടെ ശ്രീ ചാണ്ടി ഉമ്മൻ. എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. വലിയ